നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അൻവർ ഇങ്ങനെ രാഷ്ട്രീയ അഭയം തേടിയുള്ള ഒരു യാത്രയിലും അലച്ചിലിലുമായിരുന്നു. ഒടുവിൽ ചെന്നെത്തിയത് അങ്ങ് കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഓഫീസ് പടിക്കൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് രാജിവെച്ച് MLA സ്ഥാനം രാജിവെച്ച് അവിടുന്ന് മെമ്പർഷിപ്പ് എടുത്ത് എന്നാൽ UDFിലേക്ക് കണ്ണുനട്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ കോൺഗ്രസിൽ പുറത്തു നിൽക്കുന്ന അൻവർ, UDFിൻ്റെ ഭാഗമല്ലാത്ത അൻവർ പറയുന്നതൊക്കെ ഇപ്പോൾ തന്നെ കോൺഗ്രസിൽ ഈ പറഞ്ഞതുപോലെ നിലമ്പൂരുമൊക്കെ വലിയ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട്. ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് നിലമ്പൂർ പോകുമ്പോൾ എന്നുള്ളതാണ്. VS ജോയിയെ DCC പ്രസിഡൻ്റായിട്ടുള്ള VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കേണ്ടത് VS ജോയി ആണെന്ന് തൃണമൂൽ കോൺഗ്രസ്സുകാരനായ അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്തുണ കൊടുക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ച് UDFിന് പിന്തുണ കൊടുക്കും എന്ന് പറയുമ്പോഴാണ് അൻവർ ഈ ഡിമാൻഡ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അത് അവിടം കൊണ്ട് മാത്രം തീരുന്നില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് കോൺഗ്രസിനുള്ളിൽ വലിയ അമർഷം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. അതുപോലെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അൻവർ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങൾക്ക്, അതും ആര്യാടൻ ഷൗക്കത്തിനെ അധിക്ഷേപിച്ചു എന്നതും വളരെ പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. KPCC ജനറൽ സെക്രട്ടറിയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്നതുകൂടിയുണ്ട്. വിശദാംശങ്ങളുമായി ഇപ്പോൾ നമ്മൾക്കൊപ്പം ചേരുന്നത് സ്വാലിഹാണ്. അതിനു മുമ്പ് സ്വാലിഹ് നമ്മൾക്കൊപ്പം സ്വാലിഹ് എത്തുകയാണ്. സ്വാലിഹ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ഈ സംസാരിച്ചു തുടങ്ങിയത് അൻവറിൻ്റെ കാര്യമാണ്. അതായത് സ്വതന്ത്രനായി ജയിച്ചു വന്ന് ആ മുന്നണിക്ക് വിഘാതമായ ഒരു പാർട്ടി അംഗത്വം നേടിയാൽ സ്വാഭാവികമായും നിയമസഭാ അംഗത്വത്തിന് അത് അയോഗ്യതയായി മാറും. അപ്പോൾ ആ അയോഗ്യത അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു രാജിയിലേക്ക് തിടുക്കത്തിൽ അൻവർ പോയിട്ടുള്ളത്. സ്വാഭാവികമായി അത് അങ്ങനെ തന്നെയാണ്. അതിന് മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ആദർശ പരിവേഷമൊക്കെ കൽപ്പിക്കാൻ ശ്രമിച്ചാൽ അതൊക്കെ ആളുകൾക്ക് നന്നായി മനസ്സിലാകുന്ന കാര്യമാണ്. അത് ചിലവാകില്ല. പക്ഷേ അവിടെ നിന്ന് അൻവർ ഇന്നലെ തുടങ്ങിയ ഒരു പുതിയ യാത്രയുണ്ടല്ലോ. തൃണമൂൽ കോൺഗ്രസ്സിലൂടെ നമ്മളിപ്പോൾ ഒരു പ്രദേശത്തേക്ക് പോകുമ്പോൾ ഒരു പ്രദേശം യാത്രാ സൂചന നൽകുന്ന ബോർഡുകളുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ കൊൽക്കത്ത വഴി UDFിലേക്ക് എന്നൊരു മട്ടാണ് ഇപ്പോൾ അൻവർ കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷേ ഇത് കോൺഗ്രസിൽ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഏതൊക്കെ തരത്തിലാണ് അൻവർ ഇന്നലത്തെ ഈ വാർത്താ സമ്മേളനത്തിനൊക്കെ ശേഷം കാണുന്ന ഒരു നേതാക്കളുമായൊക്കെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്താണ്? കോൺഗ്രസിനകത്ത് അൻവർ കയറി ഇടപെടുന്നു എന്നുള്ള പ്രശ്നം ലീഡേഴ്സ് പറയുന്നുണ്ടോ? തീർച്ചയായും കൊല്ലം കേന്ദ്രീകരിച്ചുള്ള ഒരു വ്യവസായി സുനിൽ അലിയാർ എന്ന വ്യക്തി ഇടനിലക്കാരനായാണ് ഇത്തരത്തിൽ തൃണമൂലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. നമുക്കറിയാം, ഏതാണ്ട് ഒരു 2-3 മാസമായി വിവിധ പാർട്ടികളിൽ കയറാനുള്ള ശ്രമം, ഭാഗമാകാനുള്ള ശ്രമം അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആദ്യം DMK, പിന്നീട് മുസ്ലിം ലീഗിലും കോൺഗ്രസിലുമൊക്കെ ഭാഗമാകാനുള്ള ശ്രമം, അംഗമാവാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇത് നടക്കാതിരുന്നതോടെയാണ് UDFിൻ്റെ ഭാഗമാവാനുള്ള ശ്രമം അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ, തൃണമൂലിൻ്റെ ഭാഗമായി അദ്ദേഹം മാറിയെങ്കിൽ പോലും UDFിൽ എന്താവുമെന്നത് സംബന്ധിച്ച UDF അദ്ദേഹത്തെ കൂടെ ചേർക്കുമോ എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തതയായിട്ടില്ല എന്നതാണ് വസ്തുത. പ്രത്യേകിച്ച് ഇന്നലെ പ്രതികരിച്ച നേതാക്കൾ, പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഇക്കാര്യത്തിൽ പറയുന്നത്, അൻവറിൻ്റെ മുമ്പിൽ ഞങ്ങൾ വാതിൽ തുറന്നിട്ടുമില്ല അടച്ചിട്ടുമില്ല, ഇക്കാര്യം UDF ആണ് പരിശോധിക്കേണ്ടതെന്നാണ്. PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ഒരു കാര്യവും ഇത് തന്നെയാണ്. മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് ഇക്കാര്യത്തിൽ പറയാനൊന്നുമില്ല, ഇത് UDF പൊതുവായി ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. UDF എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഒപ്പമായിരിക്കും മുസ്ലിം ലീഗ് നിൽക്കുക എന്നാണ്. അതായത് UDF പ്രവേശനത്തെ സംബന്ധിച്ച് ഒരു ഉറപ്പും നിലവിൽ PV അൻവറിൻ്റെ മുൻപിൽ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം നിരുപാധിക പിന്തുണ നിലമ്പൂരിൽ ഉൾപ്പെടെ അദ്ദേഹം നൽകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിച്ചതാണ് UDFിൽ വലിയ അസ്വസ്ഥത ഇപ്പോഴുണ്ടാക്കുന്നത്. VS ജോയി DCCയുടെ പ്രസിഡൻ്റാണ്, മലപ്പുറം DCC പ്രസിഡൻ്റാണ്, നിലമ്പൂർ സ്വദേശിയാണ്. അതോടൊപ്പം തന്നെ 2011 അദ്ദേഹം PV അൻവറിനെതിരെ മത്സരിച്ച ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ സ്വദേശി തന്നെയാണ്. ഇതേ സീറ്റിൽ കണ്ണുതട്ട് ഇരിക്കുന്ന കോൺഗ്രസ് നേതാവാണ്. ജില്ലയിൽ വലിയ സ്വാധീനമുള്ള A ഗ്രൂപ്പിൻ്റെ തലവനാണ്. ഇത്തരത്തിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് ഷൗക്കത്തിനെ അധിക്ഷേപിച്ച് നടത്തിയ പരാമർശം, ഒപ്പം
VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശം ഇത് കോൺഗ്രസിനകത്തും UDF-നകത്തുമൊക്കെ വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് PK ബഷീർ MLA, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാക്കളിൽ ഒരാളാണ്, അതോടൊപ്പം അൻവറിൻ്റെ നാട്ടുകാരനാണ്, ഏറനാട് MLA ആണ്. അദ്ദേഹം പറഞ്ഞത് അതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കും, UDF തീരുമാനിക്കും, അതാരാണ് പറയാൻ എന്ന് അദ്ദേഹം വളരെ രൂക്ഷമായി പരുഷമായി ഇന്നലെ ചോദിക്കുന്നത് കണ്ടു. അതുതന്നെ PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ ആവർത്തിക്കുന്നത് കണ്ടു. എങ്ങനെയാണ് ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞത് എന്നത് സ്വാഭാവികമായും വരുമ്പോൾ തന്നെ അവിടെ ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ഇത് ഇന്നലെ TK ഹംസ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. കുത്തിത്തിരിപ്പാണ് പ്രധാനമായി അൻവർ കാര്യങ്ങൾ നേടാൻ വേണ്ടി സാധാരണ ചെയ്തു വരുന്നത്, അതുതന്നെയാണ് ഇനി പോകാനുള്ളിടത്തും നമുക്ക് കാണാനാവുക എന്ന് ഇന്നലെ ഈ വാർത്താ സമ്മേളനത്തിൻ്റെ തൊട്ട് പിന്നാലെ TK ഹംസ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏതായാലും UDF-ൽ അതോടൊപ്പം കോൺഗ്രസിൽ വലിയ അസ്വസ്ഥത അൻവർ ഉണ്ടാക്കുന്നുവെന്ന് വേണം നമുക്ക് കരുതാൻ. ഞാൻ സ്വാലിഹ് ഇപ്പോൾ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ പ്രേക്ഷകരൊക്കെ പലതരത്തിലുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെ ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട് എന്നതുകൂടിയാണ്. ബഷീർ എഴുതുന്നത് മുട്ടുവിൻ തുറക്കപ്പെടും എന്നാണല്ലോ ചൊല്ല്. പക്ഷേ അൻവർ മുട്ടിയിട്ട് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ വാതിൽ തുറക്കുന്നില്ല. തുറന്നത് ബംഗാളിലാണ്. ഇനി എന്താണ് എന്ന് കാത്തിരിക്കാമെന്നാണ് സുരേഷ് ബാബു രാവിലെ ഒരു പൊളിറ്റിക്കൽ ട്രോളാണ് മുന്നോട്ട് വെക്കുന്നത്. ദീദിക്കൊരു ദാദ എന്നുള്ളത് കൂടിയാണ്. അതായത് അൻവറിനെ ശരിക്ക് മനസ്സിലാക്കിയും ആണോ അൻവറിനെ ആ പാർട്ടിയിലേക്ക് ബംഗാൾ ദീദി എടുത്തിട്ടുള്ളത്, മമത എടുത്തിട്ടുള്ളത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ വരുന്ന ബഷീർ തന്നെ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ജോയിയുടെ കാര്യമൊക്കെ DCC പ്രസിഡന്റ് ജോയിയുടെ കാര്യമൊക്കെ സ്വാലിഹ് സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ബഷീർ എഴുതുന്നത് നിലമ്പൂരിൽ ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന അൻവറിൻ്റെ ആവശ്യം ഏത് ഡീലിൻ്റെ മറുഭാഗമാണ് എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ കണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊരു UDF സ്ക്രിപ്റ്റാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ലീഡേഴ്സുമായി ചേർന്നുള്ളൊരു സ്ക്രിപ്റ്റാണ് എന്നുള്ള പ്രശ്നമുണ്ട്. അതിൻ്റെ ഒരു വലിയ ഉദാഹരണം നിയമസഭയ്ക്കകത്ത് സ്വന്തം ഇഷ്ടപ്രകാരം അൻവർ നടത്തിയ ഒരു ആരോപണമുണ്ട്, പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയ ആരോപണമുണ്ട്. ആ ആരോപണം ഇന്നലെ വലിയൊരു കീറാമുട്ടിയായി നിൽക്കുന്നു. അതുപോലെ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞത്. ഇവിടെ പക്ഷേ VD സതീശൻ്റെ എതിർപ്പ് ഒന്നും മറികടക്കാൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അത് പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞു. ആ മാപ്പ് പറഞ്ഞ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവ് ഉടൻ തന്നെ അത് സ്വീകരിക്കുന്നു. ഇതെല്ലാം കാണുമ്പോഴാണ് നേരത്തെ ബഷീർ ചോദിച്ചതുപോലെ ഇതൊരു ഡീലാണോ എന്ന ചോദ്യം ഉയരുന്നത്. ആര്യാടൻ ഷൗക്കത്ത് വലിയ ഉള്ളാലെ ഒരു പ്രതിഷേധത്തിലാണ്. കാരണം അത്രമേൽ ആക്ഷേപം ഇന്നലെ ചൊരിഞ്ഞിട്ടും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്തു നിന്നും അൻവറിനെ വിമർശിക്കാനോ അൻവറിനെ തിരുത്താനോ അത് വേണ്ട എന്ന് പറയാൻ, ഒരു വാക്യം പറയാൻ ഒരാളും തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ കോൺഗ്രസ് രാഷ്ട്രീയം പരിശോധിച്ചാൽ സ്വാലി? തീർച്ചയായും അൻവറിന് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ട്. അതായത് UDF അദ്ദേഹത്തെ എടുക്കുകയാണെങ്കിൽ തുടർന്ന് എങ്ങനെ പോകണം എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു പ്ലാനിംഗ് ഉണ്ട്. അതാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ നിലമ്പൂരിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല, അതേസമയം അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, അതിന് മറ്റൊരു സീറ്റ് വാങ്ങും. അത് മലയോര മേഖലയിൽ തിരുവമ്പാടിയാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. നിലവിൽ മുസ്ലിം ലീഗ് മത്സരിച്ച മണ്ഡലമാണ്. മുസ്ലിം ലീഗിന് അത്യാവശ്യമില്ലാത്ത, മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ സന്നദ്ധമാവുന്ന കോങ്ങാടൊക്കെ പോലെയുള്ള ഒരു മണ്ഡലമാണിത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലം ലക്ഷ്യം വെച്ചാണ് അൻവർ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗം കൂടിയാണ് ഇന്നലെ VS ജോയിയുടെ ഒരു പേര് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് പോലും. പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, മൂപ്പർ ഇന്നലെ ആ പേര് പറയുന്നതിൻ്റെ തൊട്ട് മുൻപ് പറയുന്നുണ്ട് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വേണം എന്നൊക്കെ പറയുന്നുണ്ട്. തിരുവമ്പാടി മേഖലയിൽ അങ്ങനെ ഒരു നിർദ്ദേശം വെക്കുന്നത് പിന്നീട് ഗുണം ചെയ്യുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അൻവർ ആ ഒരു നീക്കം നടത്തുന്നത്. അതേസമയം ബൈ ഇലക്ഷൻ വരുമ്പോൾ തന്നെ ആര്യാടൻ ഷൗക്കത്ത് എന്നൊരു പേരിലേക്ക് അത് ചുരുങ്ങാതിരിക്കുകയും ചെയ്യുമെന്ന് അൻവറിന് കൃത്യമായി ബോധ്യമുണ്ട്. അതനുസരിച്ചുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. വളരെ ക്ലിയറാണ് സ്വാലിഹ് ഇപ്പോൾ പറഞ്ഞ വളരെ ക്ലിയറായ ഒരു പോയിന്റാണ്. അതായത് ഒരു തരത്തിലും ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിത്വം ആര്യാടൻ ഷൗക്കത്തിലേക്ക് പോകരുത്. 2, ജോയിക്ക് സ്ഥാനാർത്ഥിത്വം വാങ്ങിച്ചു കൊടുക്കണം. ജോയിക്ക് സ്ഥാനാർത്ഥിത്വം വാങ്ങിച്ചു കൊടുത്താൽ UDF-ൻ്റെ ഭാഗമായി വന്ന് ലഭിക്കുന്നത് തിരുവമ്പാടിയൊക്കെ പറഞ്ഞു കേൾക്കപ്പെടുന്ന സീറ്റുകളാണ്, വെച്ചുമാറുന്ന സീറ്റുകളും ഒക്കെ. അങ്ങനെ വന്നാൽ ഇതിൻ്റെ ആനുകൂല്യം അവിടെ. അപ്പോൾ ഏത് തരത്തിലും വർഗീയമായ
വ്യക്തമായ വലിയ സാധ്യതകൾ, കണക്കുകൂട്ടലുകളും അതിനനുസരിച്ചുള്ള ചരടുവലികളും ഒക്കെയാണ് ഇപ്പോൾ അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയമായി അൻവറിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, കോൺഗ്രസിനകത്ത് സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ അൻവർ പറയുന്നത് മൂലം, അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി രൂപപ്പെട്ടിട്ടുണ്ട് എന്നതുകൂടിയാണ് രാവിലെ സ്വാലിഹ് സൂചിപ്പിച്ചത്. സ്വാലിഹ്, താങ്ക് യു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അത്. ഇന്നത്തെ വാർത്തകളുമായി ബന്ധപ്പെട്ട ഒന്ന് മാത്രമാണ്. അതുപോലെ നിരവധി വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വയനാട്ടിൽ എത്തിയ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്, DCC ട്രഷറർ വിജയൻ, ഓർക്കുന്നുണ്ടാവും, ആർക്കും മറക്കാവുന്ന ഒരു കാര്യമല്ല അത്. അദ്ദേഹത്തിൻ്റെ മകന് വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. IC ബാലകൃഷ്ണൻ MLA അതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പ്രതിയാക്കപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ മണ്ഡലത്തിലില്ലാതെ മാറി നിൽക്കുകയാണ്, ഒളിവിൽ എന്നാണ് സാമാന്യേന നമ്മളതിന് പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു അന്തരീക്ഷം. ആ അന്തരീക്ഷം കോൺഗ്രസ്സിന് സൃഷ്ടിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, വലിയ തോതിലുള്ള പേരുദോഷമുണ്ട്, വലിയ വിമർശനം നാട്ടിലാകെ പടരുന്നു, നേതൃത്വത്തിനെതിരെ അടക്കം.